ഗാസ കീഴടക്കാൻ പദ്ധതി തയ്യാറാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ചൊവ്വാഴ്ച ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നെതന്യാഹു ഇക്കാര്യം അറിയിച്ചതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, മന്ത്രി റോൺ ഡർമർ, സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്നിവരുമായി 3 മണിക്കൂർ ചർച്ച നടത്തി. വ്യാഴാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 6-ന് ക്യാബിനറ്റ് ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ക്യാബിനറ്റ് യോഗത്തിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ സൈന്യം പ്രൊഫഷണലായി നടപ്പാക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. എന്നാൽ നെതന്യാഹുവും സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറും തമ്മിൽ ഭിന്നതകളുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെടിനിർത്തൽ നടപ്പാക്കാൻ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ നീക്കം. നെതന്യാഹു ഗാസ പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നത് ദീർഘകാല ലക്ഷ്യത്തോടെയാണോ അതോ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഹ്രസ്വകാല സൈനിക നടപടിയാണോ ലക്ഷ്യമെന്ന് വ്യക്തമല്ല. 2005-ലാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാരും പിൻവാങ്ങിയത്. ഈ തീരുമാനമാണ് ഹമാസിനെ വളർത്തിയതെന്നാണ് തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വിമർശനം. വീണ്ടും ഗാസ പിടിച്ചെടുത്താൽ വെസ്റ്റ് ബാങ്കിന് പുറമെ ഗാസയിലേക്കും കുടിയേറ്റം വ്യാപിപ്പിക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു. 22 മാസങ്ങളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലും ഹമാസും നടത്തിയ സമാധാന ചർച്ച അടുത്തിടെ നിലച്ചിരുന്നു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ വെടിവെപ്പുകളിൽ 79 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതോടെ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 61,020 ഉയർന്നു. അതിനിടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ ചുമതല പ്രാദേശിക കച്ചവടക്കാരെ ഏൽപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു. കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം, പഴം, പച്ചക്കറി തുടങ്ങിയവയുടെ വിതരണമാണ് കൈമാറുക. UN ഏജൻസികളെ ഒഴിവാക്കാനാണ് ഈ നീക്കം. ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മുൻ സേനാ ഇന്റലിജൻസ് മേധാവിമാരും രംഗത്തെത്തി. തീവ്ര വലതുപക്ഷ കക്ഷികൾ രാജ്യത്തെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. യുദ്ധം നിർത്താൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിന്റെ 600-ലേറെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കത്തെഴുതിയിരുന്നു.